ഫ്രൈഡേ ഫിലിം ഹൗസിന്റെ ബാനറിൽ വന്നിട്ടുള്ള മനു സ്വരാജ് സംവിധാനം ചെയ്തിട്ടുള്ള ഏറ്റവും പുതിയ സിനിമയായിട്ടുള്ള പടക്കളം മികച്ച രീതിയിൽ എഴുതപ്പെട്ടിട്ടുള്ള ഒരു ഫാന്റസി കോമഡിയാണ്. സിനിമയിലുള്ള താരനിരയുടെ കോമഡി കൈകാര്യം ചെയ്യാനുള്ള കഴിവിനെ സിനിമ പരമാവധി മുതലെടുക്കുന്നുണ്ടെങ്കിലും വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സെൻട്രൽ ഐഡിയ ഈ സിനിമയ്ക്ക് ഉണ്ട് എന്നത് തന്നെയാണ് ഇതിനെ വ്യത്യസ്തമാക്കുന്നത്. ഡയലോഗുകളിലൂടെയുള്ള തമാശ ആളുകളെ നിർത്താതെ ചിരിപ്പിക്കുമ്പോൾ ഇതിലെ കഥ ഏറെക്കുറെ എല്ലാ നടന്മാർക്കും നല്ല രീതിയിൽ പെർഫോം ചെയ്യാനുള്ള ഒരു സ്പേസ് കൊടുക്കുന്നുണ്ട്. ഒരു വിഷ്വൽ പ്രസന്റേഷൻ നോക്കുമ്പോൾ വളരെ ടിപ്പിക്കൽ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണെങ്കിലും ഈ കഥയുടെ കോൺസെപ്റ്റ് നമ്മളെ ത്രൂ ഔട്ട് എന്റർടൈൻ ചെയ്തുകൊണ്ടേയിരിക്കും. ഒരു കോളേജിന്റെ പശ്ചാത്തലത്തിലാണ് കഥ നടക്കുന്നത്. ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ജിതിൻ എന്ന വിദ്യാർത്ഥി അയാളുടെ കാമുകിയുമായിട്ട് ബ്രേക്കപ്പിന്റെ വക്കത്താണ്. ഈ ടെൻഷന്റെ നടുക്ക് അയാൾ ഒരു കാര്യം കാണും. ആ കോളേജിലെ രഞ്ജിത്ത് എന്ന അധ്യാപകൻ എന്തൊക്കെയോ ബ്ലാക്ക് മാജിക് പരിപാടികൾ ചെയ്യുന്നതായിട്ട്. അതുവഴി അയാൾ ഷാജി എന്ന വേറൊരു പ്രൊഫസറെ കൺട്രോൾ ചെയ്യുന്നത് പോലെയും ജിതിന് തോന്നുന്നു. ഈ തോന്നലുകൾ ശരിയാണോ എന്ന് കണ്ടെത്താൻ ജിതിനും ജിതിന്റെ കൂട്ടുകാരും നടത്തുന്ന അന്വേഷണവും അതിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന കാര്യങ്ങളുമാണ് നമ്മൾ ഈ സിനിമയിൽ കാണുന്നത്. കഥ പറഞ്ഞു എന്ന് പറഞ്ഞ് ആരും ദേഷ്യപ്പെടേണ്ട. ഇത്രയും ഭാഗം സിനിമയുടെ ട്രെയിലറിൽ തന്നെ ഉള്ളതാണ്. സിനിമയുടെ ഒരു മൂഡ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും സിമ്പിളായിട്ട് പറയാൻ പറ്റുക അടികപ്പ്യാരെ കൂട്ടമണിയും ഈ അടുത്ത് വന്ന മാർക്ക് ആന്റണിയും മിക്സ് ചെയ്തതുപോലെയാണെന്ന് വേണമെങ്കിൽ പറയാം. കോളേജിലെ കൂട്ടുകാർക്കിടയിൽ നടക്കുന്ന സംഭാഷണങ്ങളുടെ തമാശയും സിറ്റുവേഷണൽ ഹ്യൂമറും കൺഫ്യൂഷൻ തമാശകളും ഒക്കെ ഈ സിനിമയെ കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മളെ ചിരിപ്പിക്കുന്ന ഒരു പടമാക്കി മാറ്റുന്നുണ്ട്. അത്തരം തമാശകൾക്ക് മുകളിൽ രസകരമായിട്ട് നരേറ്റ് ചെയ്തു പോകുന്ന ഒരു സെൻട്രൽ കോൺസെപ്റ്റ് ഈ സിനിമയ്ക്കുണ്ട്. അതൊരു ജനറിക്കായ കോൺസെപ്റ്റാണ്. ഇനി അങ്ങോട്ട് സിനിമ വെറും തമാശകൾ മാത്രമായിരിക്കും എന്ന് തോന്നുന്ന സ്ഥലത്താണ് മനു സ്വരാജ് പുതിയ കഥാപാത്രങ്ങളെ കൊണ്ടുവന്ന് അതിൻ്റെ കൂടെ കോൺസെപ്റ്റിൻ്റെ അകത്തൊരു ട്വിസ്റ്റൊക്കെ കൊണ്ടുവരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിഷ്വൽ സ്റ്റോറി ടെല്ലിങ്ങിൽ അതിഗംഭീരമായ പരിപാടികളൊന്നും ഇവിടെ ചെയ്യുന്നില്ല. ഈ സിനിമയുടെ കഥയിൽ വരുന്ന സൂപ്പർ നാച്ചുറൽ എലമെന്റിന്റെ സവിശേഷതകളും കാര്യങ്ങളും ഒക്കെ ഇതിലെ കഥാപാത്രങ്ങൾക്കൊപ്പം തന്നെയാണ് ഓഡിയൻസും മനസ്സിലാക്കുന്നത്. എപ്പോഴൊക്കെ നമുക്ക് സിനിമ കോമഡിയിലേക്ക് മാത്രം ഒതുങ്ങുമെന്ന് തോന്നുന്നോ അപ്പോഴൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള ട്വിസ്റ്റുകളും ക്യാരക്ടർ ഡീറ്റെയിലുകളും സിനിമയിൽ വരുന്നുണ്ട്. ഇന്റർവെല്ലിൽ നടക്കുന്ന പരിപാടിക്ക് ശേഷം കാണുന്ന പ്രേക്ഷകനും അല്പം കൺഫ്യൂഷൻ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. മനു സ്വരാജ് അതിനെയും ബുദ്ധിപരമായി ഉപയോഗിച്ചിട്ട് സിനിമയിൽ ഹ്യൂമർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഈ കഥയുടെ ഒരു സ്വഭാവം കാരണം ഇതിലെ 3 പ്രധാന നടന്മാർക്കും അവരുടെ കഥാപാത്രങ്ങളുടെ 2 വേരിയേഷൻസ് അവതരിപ്പിക്കാനുള്ള അവസരം കിട്ടുന്നുണ്ട്. സ്വല്പം വില്ലത്തരമുള്ള ഒന്നാം പകുതിയിൽ നിന്നും കോമിക്കലായിട്ടുള്ള രണ്ടാം പകുതിയിലേക്ക് ഷറഫുദ്ദീൻ അനായാസം ട്രാൻസിഷൻ ചെയ്യുന്നുണ്ട്. സുരാജ് വെഞ്ഞാറമൂടിന് സിനിമയുടെ രണ്ടാം പകുതിയിലാണ് കുറച്ചുകൂടെ സ്പേസ് ലഭിക്കുന്നത്. ആ ഭാഗത്ത് പുള്ളി കഥാപാത്രത്തിൻ്റെ നേച്ചർ മാറ്റിക്കൊണ്ടും ബോഡി ലാംഗ്വേജ് തന്നെ മാറ്റിക്കൊണ്ടും ഗംഭീര പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട്. മൂന്നാമത്തെ പ്രധാന കഥാപാത്രം സന്ദീപ് പ്രദീപാണ്. ഫാലിമിയിലും ആലപ്പുഴ ജിംഖാനയിലും ക്യാരക്ടർ റോൾ ചെയ്ത സന്ദീപ് ഇത് ഞാൻ പറഞ്ഞതുപോലെ 2 വ്യത്യസ്ത രീതിയിലുള്ള സ്വഭാവം ജിതിൻ എന്ന കഥാപാത്രത്തിലൂടെ കാണിക്കുന്നുണ്ട്. ഷറഫുദ്ദീനെയും സുരാജിനെയും പോലെ അത്ര ഡ്രമാറ്റിക്കായ ട്രാൻസിഷൻ അല്ലെങ്കിലും വളരെ ബിലീവബിൾ ആയ രീതിയിലാണ് സന്ദീപ് ഈ ഒരു ട്രാൻസിഷൻ കാണിച്ചത്. കിഷ്കിന്ദ കാണ്ഡത്തിന്റെ ടീമിന്റെ അടുത്ത പടത്തിലെ നായകനായിട്ട് സന്ദീപ് എന്തുകൊണ്ട് വന്നു എന്നതിന് ഒരു പരിധിവരെ ഈ പടത്തിലെ പെർഫോമൻസ് ഉത്തരം പറയും. സാഫ് ബോയ്, അരുൺ പ്രദീപ് ഇവരൊക്കെ അവർ സോഷ്യൽ മീഡിയയിൽ ചെയ്യുന്ന സംഭവം തന്നെയാണ് ഇവിടെയും ചെയ്തിട്ടുള്ളത്. പക്ഷേ സംഗതി നമ്മളെ നല്ല രീതിയിൽ ചിരിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അരുൺ പ്രദീപിന്റെ ടൈമിങ്. ഭ്രമയുഗം പോലെയുള്ള സിനിമകളുടെയൊക്കെ പോസ്റ്റർ ഡിസൈനർ ആയിട്ടുള്ള അരുൺ അജിത് കുമാർ ഈ ഗ്യാങ്ങിലെ ഒരാളായിട്ട് വേഷം ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ പെർഫോമൻസും നല്ലതായിരുന്നു. കുറേ സ്കിറ്റ് കോമഡികളെ ആൾക്കാരുടെ മുമ്പിൽ കൊണ്ട് തള്ളാൻ വേണ്ടിയിട്ട് ഫാൻറ്റസി ജോണറിനെ ഒരു എക്സ്ക്യൂസ് പോലെ ഉപയോഗിച്ചിട്ടുള്ള സിനിമയല്ല പടക്കളം. രസകരമായ ഒരു കോൺസെപ്റ്റിനെ ഹ്യൂമറും സർപ്രൈസ് തരുന്ന ട്വിസ്റ്റുകളും നിരന്തരം കൊടുത്തുകൊണ്ട് നമ്മളെ എൻഗേജ് ചെയ്യിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു പടമാണിത്. ഹ്യൂമർ പുൾ ഓഫ് ചെയ്യാൻ മിടുക്കന്മാരായ ആർട്ടിസ്റ്റുകളെ അഴിച്ചുവിട്ട് പ്രേക്ഷകന് നിർത്താതെ ചിരിക്കാൻ അവസരം തരുന്ന ഒരു ഫാൻറ്റസി എന്റർടൈനറാണ് മനു സ്വരാജ് സംവിധാനം ചെയ്തിട്ടുള്ള ഈ സിനിമ. ഇത്രയുമായിരുന്നു ഈ സിനിമയെക്കുറിച്ചിട്ടുള്ള എൻ്റെ റിവ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്നും കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക്